ഗായ്സ് കച്ചവടം ചെയ്ത് തല പെരുക്കുന്ന സമയത്ത് നമ്മളൊന്ന് നടക്കാനിറങ്ങും. അങ്ങനെ ഇപ്രാവശ്യം നമ്മൾ നടക്കാനിറങ്ങിയ സ്ഥലമാണ് കൊച്ചി. ഇങ്ങനെ നമ്മൾ നടക്കാനിറങ്ങുമ്പോഴാണ് നമുക്ക് പുതിയ ഐഡിയാസും അതുപോലെ നല്ല നല്ല കോണ്ടാക്ട്സും അതുപോലെ നമ്മളെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആവും. ഒരു 2-3 ദിവസം ഒന്ന് കറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആവും. പിന്നെ നമുക്ക് നേരെ കച്ചവടത്തിലേക്ക് ഇറങ്ങാം. ഇപ്പൊ നമ്മളുള്ളത് എറണാകുളം ബോട്ട് ജെട്ടിയിലാണ്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ഫോർട്ട് കൊച്ചി പോകാനുള്ള പരിപാടിയാണ്. ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, ജൂ ടൗൺ ഇതൊക്കെ ഒന്ന് കറങ്ങി കണ്ടിട്ട് വരാം. ഈ ക്യൂവിലുള്ളവരൊക്കെ ബോട്ടിൽ കയറാൻ വേണ്ടിയുള്ള ടിക്കറ്റിന് വേണ്ടി നിൽക്കുന്നവരാണ്. ഇവിടുന്ന് ഒരുപാട് സ്ഥലത്തേക്ക് ബോട്ട് സർവീസ് ഉണ്ട്. വൈപ്പിൻ, ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി അങ്ങനെ ഒരുപാട് സ്ഥലത്തേക്ക് ഉണ്ട്. നമ്മളിപ്പോ ഫോർട്ട് കൊച്ചിയിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് വെറും 6 രൂപയാണ് ടിക്കറ്റിനുള്ളത്. നല്ല അടിപൊളി കായൽ കാഴ്ചകളൊക്കെ കണ്ടുപോകാൻ അടിപൊളിയാണ്. അതേസമയം ബസ്സിലാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും, അതുപോലെ ചാർജ് വളരെ കൂടുതലാണ്. ആലപ്പുഴ, എറണാകുളം, കോട്ടയം ഭാഗത്തേക്കൊക്കെ വരികയാണെങ്കിൽ ഒന്ന് ബോട്ട് സർവീസ് എടുക്കുന്നത് നല്ലതാണ്. നല്ല അടിപൊളി കായൽ കാഴ്ചകളൊക്കെ കാണാം. അതുപോലെ ചെറിയ റേറ്റിൽ ഒരുപാട് സമയം കായലിൽ സ്പെൻഡ് ചെയ്യാം. ബോട്ട് വന്നതിന് ശേഷം മാത്രമേ ഇവിടെ ടിക്കറ്റ് കൊടുക്കാൻ ആരംഭിക്കുകയുള്ളൂ. ബോട്ടിലെ ക്യാപ്റ്റനും ടിക്കറ്റ് എക്സാമിനറൊക്കെ വന്നിട്ടാണ് ടിക്കറ്റ് മുറിക്കാൻ ആരംഭിക്കുക. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഗേറ്റിന്റെ അടുത്ത് ടിക്കറ്റ് എക്സാമിനർ ഉണ്ടാവും. പിന്നെ അവിടെ കാണിച്ചിട്ട് നമുക്ക് നേരെ ബോട്ടിലേക്ക് കയറാം. ഇത് നോർമൽ ബോട്ടാണ്. റേറ്റ് ഒക്കെ വളരെ കുറവാണ്. അതുപോലെ റേറ്റ് കുറച്ച് കൂടിയ വാട്ടർ മെട്രോ സർവീസ് ഉണ്ട്. അത് AC സർവീസ് ആണ്. ഇത് നോൺ AC ആണ്. ടൂറിസ്റ്റുകളും അതുപോലെ ലോക്കൽസും ആയിട്ട് ഒരുപാട് ആളുകൾ ഈ ഒരു ബോട്ട് സർവീസ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോ കയറി ഈ ഒരു ബോട്ടിലല്ല. ഈ ഒരു ബോട്ടിനോട് വളരെ ചേർന്ന് വേറൊരു ബോട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. ഇവര് മലപ്പുറത്ത് നിന്നും കൊച്ചി കാണാൻ വന്ന ഒരു ഫാമിലിയാണ്. ബോട്ട് വന്ന് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വളരെ പെട്ടെന്ന് സീറ്റ് ഫുള്ളാവും. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അതുപോലെ ലോക്കൽസ് ആയിട്ടുള്ള ആളുകളും ഒരുപാട് ഈ ഒരു ബോട്ടിനെ ഡിപ്പെൻഡ് ചെയ്ത് യാത്ര ചെയ്യുന്നുണ്ട്. ഒരുപാട് യാത്രക്കാരുണ്ട്. ഇവരൊക്കെ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നതിന് മുന്നേ ടിക്കറ്റ് എടുത്ത് കയറിയവരാണ്. ഇതാണ് നമ്മുടെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ സ്രാങ്ക്. കൊച്ചി കായലിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാം. ഇന്ത്യൻ നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെ ഒക്കെ ഒരുപാട് ഷിപ്പ് പോകുന്നത് കാണാം. അതുപോലെ വലിയ കണ്ടെയ്നർ ഷിപ്പുകളൊക്കെ നമ്മളെ ബോട്ടിനോട് ചേർന്ന് ചില സമയങ്ങളിലൊക്കെ പാസ് ചെയ്തൊക്കെ പോകും. ബോട്ടിൽ നിന്നും കരയിലേക്കുള്ള കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ്. അതുപോലെ ഒരുപാട് റിസോർട്ടും കാര്യങ്ങളൊക്കെ കായലിനോട് ചേർന്നിട്ട് കരയിലുണ്ട്. അതൊക്കെ നമുക്ക് ഈ ഒരു ബോട്ട് യാത്രയിൽ കാണാം. ചില റിസോർട്ടുകളിലൊക്കെ ഫിലിം ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചിയിലെ ബോട്ട് ജെട്ടിയിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് പുറത്തിറങ്ങിയിട്ട് പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാം. ഈ കാണുന്ന ആളുകളൊക്കെ നമ്മളിപ്പോൾ വന്ന ബോട്ടിൽ തിരിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ്. ഫോർട്ട് കൊച്ചി അതുപോലെ മട്ടാഞ്ചേരി ഭാഗത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് ഹിസ്റ്ററീസ് ഉള്ള ഒരു സ്ഥലമാണ്. ഡച്ച്, പോർച്ചുഗീസ്, ജ്യൂസ് ഇവരെയൊക്കെ ഒരുപാട് ഹിസ്റ്ററീസ് ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ. ഇവിടുത്തെ ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ വളരെ പുരാതനമായ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ആണ്. പണ്ട് കാലത്തുള്ള ബിൽഡിങ്ങുകൾ പലതും ഇപ്പോഴും അവിടെ സംരക്ഷിച്ചു പോരുന്നുണ്ട്. ബോട്ട് ജെട്ടിയിൽ നിന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയാൽ കാണുന്ന ഒരു ഹോട്ടലുണ്ട്. ഹോട്ടൽ ടിപ്പു സുൽത്താൻ. അവിടെ കയറി നല്ല അടിപൊളി ചായയും കടിയോ അല്ലെങ്കിൽ ഉച്ച സമയത്താണെങ്കിൽ ചോറും കാര്യങ്ങളൊക്കെ കിട്ടും. അതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. വളരെ നാടൻ രീതിയിലുള്ള ഒരു ഫുഡാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. റേറ്റിന്റെ കാര്യത്തിൽ വന്നാൽ വളരെ കുറഞ്ഞ റേറ്റാണ് ഇവിടെ ഫുഡിന് നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിയത്. നമ്മൾ മുൻപ് ഇവിടെ വന്നപ്പോൾ ചോറും കറിയൊക്കെ കഴിച്ചതാണ്. അപ്പോൾ നല്ല അടിപൊളി ചോറും കറിയൊക്കെയാണ് കിട്ടിയത്. ഇന്ന് നമ്മൾ വെറുതെ ചായയും കടിയാണ് കഴിച്ചത്. ചെറിയ റേറ്റേ ആയുള്ളൂ. അപ്പോൾ അവർക്ക് പൈസ കൊടുത്തപ്പോൾ അവർ ചില്ലറ ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളെ ക്യാമറ കണ്ടപ്പോൾ അവരൊന്ന് അയഞ്ഞ് നമുക്ക് പെട്ടെന്ന് ചില്ലറയൊക്കെ എടുത്ത് തന്ന് ക്യാമറ കാണിച്ചൊന്ന് വരട്ടിയപ്പോൾ അവർ നേർച്ചപ്പെട്ടിന്ന് വരെ പൈസ എടുത്ത് തന്ന് നമ്മളെ പിരിച്ചുവിട്ട്. ഫോർട്ട് കൊച്ചിയിൽ നമ്മൾ അധികം കാഴ്ചകളൊന്നും കാണുന്നില്ല. ഇവിടെ കാണാനാണ് ഒരുപാടുണ്ട്. ഫോർട്ട് കൊച്ചി ബീച്ച്, അതുപോലെ ചീനവല, ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊന്നും നമ്മൾ ഇന്നത്തെ യാത്രയിൽ കാണുന്നില്ല. ആ ഭാഗങ്ങളൊക്കെ കാണാൻ നമുക്ക് പിന്നൊരു ദിവസം വരാം. ഇന്ന് നമ്മൾ നേരം മട്ടാഞ്ചേരി ഭാഗത്തേക്കാണ് പോകുന്നത്. മട്ടാഞ്ചേരി ഭാഗങ്ങളും അതുപോലെ ജൂ ടൗണ്, സ്പൈസസിന്റെ ഒരുപാട് ബിസിനസ് നടക്കുന്ന സ്ഥലമുണ്ട്. അവിടങ്ങളിലൊക്കെ പോയി കാണാം. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും സംഭരണവും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വിതരണ ശൃംഖലയുമുള്ള ഷാനി ട്രേഡേഴ്സിൽ നിക്ഷേപിക്കാൻ ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരുക. ഈ ഭാഗത്ത് കോസ്റ്റ് ഗാർഡ്, നേവി ഇതിന്റെയൊക്കെ ഒരുപാട് ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല. പണ്ട് കാലത്ത് ഈ ഒരു ഭാഗങ്ങളൊക്കെയാണ് വലിയ മാർക്കറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അതായത് എറണാകുളം വലിയ സിറ്റി ആകുന്നതിന് മുന്നേ ഈ ഒരു ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, ജൂ ടൗൺ ഈ ഭാഗങ്ങളൊക്കെ ആയിരുന്നു ഹോൾസെയിൽ മാർക്കറ്റും അതുപോലെ സ്പൈസസിന്റെ ഒക്കെ വലിയ മാർക്കറ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ചെറിയ കമ്പനികളൊക്കെ ഇവിടെ ഹോൾസെയിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഹോൾസെയിൽ മാർക്കറ്റിംഗ് നടക്കുന്നത് എറണാകുളം സിറ്റി ഭാഗങ്ങളിലാണ്. പണ്ട് കാലത്ത് നമ്മളെ വയനാട്ടിൽ നിന്നൊക്കെ കുരുമുളകൊക്കെ ഈ ഒരു മാർക്കറ്റിലേക്കാണ് വന്നത്. കുരുമുളക്, ചുക്ക്, കാപ്പി ഇതൊക്കെ ഈ
ഒരു മാർക്കറ്റിലേക്കാണ് വന്നിരുന്നത്. ഇവിടെ നിന്നാണ് വിദേശ രാജ്യത്തേക്കും അതുപോലെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ കയറിപ്പോയിരുന്നത്. ഇപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ചെറിയ ചെറിയ ചായപ്പൊടി പോലുള്ള സാധനങ്ങളുടെ ഹോൾസെയിൽ മാർക്കറ്റാണ് ഇവിടെ ഉള്ളത്. അതുപോലെ പൂർണ്ണമായും അടഞ്ഞുപോയ ഒരുപാട് കടകളും ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ മട്ടാഞ്ചേരിയിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് മട്ടാഞ്ചേരിയിലെ കാഴ്ചകൾ കാണാം. ഇതാണ് മട്ടാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരം. നമ്മൾ മട്ടാഞ്ചേരി വരികയാണെങ്കിൽ, ബസ്സിലൊക്കെ വരികയാണെങ്കിൽ ഇവിടെയാണ് വന്നിറങ്ങുക. അതുപോലെ ഇവിടെ ഇപ്പം ഒരുപാട് ടൂറിസ്റ്റ് ആക്ടിവിറ്റീസ് ഒരുപാടുണ്ട്. മുൻപ് കൊറോണ സമയത്തൊക്കെ വന്നപ്പോൾ ഇവിടെ വളരെ കുറവായിരുന്നു, ടൂറിസ്റ്റുകൾ വളരെ കുറവായിരുന്നു. അതുപോലെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ നല്ലപോലെ ഈ ഒരു ഏരിയ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് മട്ടാഞ്ചേരി ബോട്ട് ജെട്ടിയിലേക്ക് പോകുന്ന ഭാഗത്തുള്ള സ്റ്റാളും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു ഭാഗമാണ് മട്ടാഞ്ചേരി ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ. എവിടെയും ഒരുപാട് ഐറ്റംസ് സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത് കാണാം. അതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സ് വന്നിറങ്ങുന്ന ഒരു സ്ഥലം ഇവിടെയാണ്. മുൻപ് ഞാൻ ഇവിടെ വന്നിരുന്നത് കൊറോണ കഴിഞ്ഞ ഉടനെയായിരുന്നു. അപ്പം ആ സമയത്തൊക്കെ ഇവിടെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. ഈ റോഡ് സൈഡിലൊക്കെ കാണുന്ന സ്റ്റാളുകളും കാര്യങ്ങളും ഒന്നും ആ ടൈമിൽ ഉണ്ടായിരുന്നില്ല. ഫോറിനേഴ്സ് ഒക്കെ വളരെ കുറവായിരുന്നു. അതുപോലെ കച്ചവട സ്ഥാപനങ്ങളും ഇവിടെ വളരെ കുറവായിരുന്നു. പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് ഈ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ ഡെവലപ്മെന്റ് വന്നിട്ടുണ്ട്. റോഡിന്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ കടകളും ഒക്കെ നല്ല രീതിയിൽ മോഡിഫൈ ചെയ്ത് പുതിയ ഒരുപാട് ഷോപ്പുകൾ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. ഇതായി കാണുന്നതൊക്കെ പെർഫ്യൂമും അതുപോലെ സ്പൈസസ് ഐറ്റംസ് ഒക്കെ സെയിൽ ചെയ്യുന്ന കടകളാണ്. മട്ടാഞ്ചേരി മൊത്തത്തിലൊന്ന് എന്താ പറയാ കളർഫുൾ ആയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ. കൊറോണ സമയത്തൊക്കെ ഉണങ്ങിപ്പിടിച്ച മട്ടാഞ്ചേരിയാണ്. ഇപ്പോൾ ഫുള്ള് കളർഫുള്ളായുണ്ട്. നല്ല ഒരു സ്റ്റോക്കൊക്കെ എത്തിച്ച് നല്ല കളർഫുള്ളായുണ്ട് മട്ടാഞ്ചേരി. കൊറോണ സമയത്ത് നമ്മളിവിടെ വരുമ്പോൾ ഒരുപാട് കടകളൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. ഇപ്പോൾ എല്ലാ കടകളും ക്ലോസ്ഡ് ആയിട്ട് ഇപ്പോൾ ഒരു കടയും കാണാനില്ല. വളരെ കുറച്ച് കടകളേ ഉള്ളൂ. പിന്നെ എല്ലാ കടകളും നല്ല നല്ല സ്റ്റോക്കുകളും ഡ്രസ് ഐറ്റംസും പെർഫ്യൂംസ് സ്പൈസസ് എല്ലാം ഉണ്ട്. ഇവിടെ 2 സംഭവങ്ങളാണ് ഉള്ളത്. ഇവിടെ പെപ്പർ മാർക്കറ്റ്, ഇന്ത്യയിലെ പെപ്പർ മാർക്കറ്റ് എവിടെയാണ് നിശ്ചയിക്കുന്നത്, ഈ ജൂ ടൗണിൽ. ഡെയിലി മെസ്സേജ് വരുന്നത് ഈ ഒരു സ്ഥാപനത്തിൽ നിന്നാണ്. പിന്നെ സിനഗോഗ്, ഇവിടെയാണ് സിനഗോഗ്. നമുക്ക് സിനഗോഗിനകത്തൊന്ന് കയറി നോക്കാം. ഈ ഒരു ഏരിയയാണ് ജൂ ടൗൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഒരു ഏരിയയിലായിരുന്നു ജൂതമതക്കാർ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അവരുടെ സിനഗോഗും എവിടെയാണുള്ളത്. ഇന്ത്യക്കകത്ത് മറ്റൊരു രാജ്യത്തിൻ്റെ ഒരു ഫ്ലാഗ് ഒരു വീട്ടിലുണ്ടെങ്കിൽ അത് ഈ ഒരു ഏരിയയിലാണുള്ളത്. അത് വേറൊരു രാജ്യത്തിൻ്റെ അല്ല. ഞാൻ എൻ്റെ യാത്രയിൽ വേറൊരു സ്ഥലത്തും ഇതുപോലെ മറ്റൊരു രാജ്യത്തിൻ്റെ ഫ്ലാഗ് യൂസ് ചെയ്യുന്ന കണ്ടിട്ടില്ല. അതായത് വീടുകളിൽ മറ്റൊരു രാജ്യത്തിൻ്റെ ഫ്ലാഗ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെയാണ്. ഇവിടെ മരിക്കുന്നത് വരെ ഇന്ത്യയിൽ ജീവിച്ച സാറാ കോഹൻ എന്ന് പറഞ്ഞിട്ടൊരു ജൂത സ്ത്രീയുണ്ട്. അവരുടെ വീടാണിത്. ഇതിൻ്റെ മുകളിലാണ് ഇസ്രായേലിൻ്റെ കൊടി ഇങ്ങനെ യൂസ് ചെയ്ത് കാണുന്നത്. ഈ ഒരു വീട്ടിലേക്ക് ആർക്ക് വേണമെങ്കിൽ കയറി ചെല്ലാം. അവിടെ ഒരു മ്യൂസിയം പോലെയാണ് ഈ ഒരു വീട് ഇപ്പോൾ കൊണ്ട് നടക്കുന്നത്. ഈ ഒരു വാക്കിംഗ് ഏരിയയുടെ എൻഡിലാണ് സിനഗോഗ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ജൂതന്മാരുടെ ആരാധനാലയമാണ് ഈ സിനഗോഗ്. അത് ഈ ഒരു വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ എൻഡിലാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് സിനഗോഗ് തുറക്കാനൊന്നും ചാൻസ് ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് പുറത്തു നിന്നൊന്ന് കണ്ടിട്ട് വരാം. ഈ കാണുന്ന ഏരിയയാണ് സിനഗോഗ്. അതായത് ഈ ഒരു ബ്ലൂ ഡോറിനകത്താണ് അവരുടെ ആരാധനാ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇന്ന് സൺഡേ ആയതിനാൽ അവിടെ തുറക്കാനൊന്നും ചാൻസ് ഇല്ല. അവിടെ കുറച്ച് മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവിടെ ചെറിയ സൗണ്ടൊക്കെ, പണിയെടുക്കുന്നതിൻ്റെ ചെറിയ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഇവിടെ വന്ന് എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് മടങ്ങി പോകുന്നതാണ് കാണുന്നത്. വളരെ മനോഹരമായി ഈ ഒരു ഏരിയയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും വന്ന് ഇവിടുന്ന് ഫോട്ടോ എടുത്ത് മടങ്ങി പോകുന്നതാണ് പതിവ്. आपका दुकान है ये क्या है? गणपति देख सकते हैं ना? पूरा देख सकते हैं ना? नो नहीं, ठीक है. आपका नाम? गणेश नाम. हाँ, शिबी. ठीक है. ओ ये पुश ये कितना का है?
हाँ 5 लाख रुपए 5 लाख रुपए का गणेश है पुराना हाँ रोजवुड है ऐसे रोजवुड का गणेश वो क्या रेट का है Price? हाँ रेड 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 Price? हाँ 3 lakh. 3 लाख ये हाँ दिस वन This one? हाँ 9 lakh. 9 लाख सब महंगा चीज़ है हाई रेट का And this is old and ओल्ड कितना साल का हाउ मेनी इयर्स ओल्ड हाँ 15 ഇയേഴ്സ് ഞാനെന്താ പൊരയും വിറ്റിട്ട് വരാം ഇത് മേടിക്കാൻ കേട്ടോ പൊര വിറ്റിട്ട് വരാം എന്നിട്ട് ഇത് വാങ്ങാം എന്നാ ആയിക്കോട്ടെ എവിടെ സ്ഥലോ ഇവിടെ തന്നെ ഏതൊക്കെയാ ലാംഗ്വേജ് കൈകാര്യം ചെയ്യാം ഇംഗ്ലീഷ് മാത്രം പിന്നെ ഫോറിൻ ലാംഗ്വേജ് ഇല്ല ഇവിടെ വേറെ അവിടെ ഒരു ജ്യൂസ് ഷോപ്പിലൊക്കെ ഫ്രഞ്ചൊക്കെ കൈകാര്യം ചെയ്യുന്ന കുറേ ടീമുണ്ടല്ലോ ലേഡീസ് ഇല്ലേ എവിടെയുള്ള ഒരു ഷോപ്പ് തേവര ശരി അങ്ങനെ നമ്മൾ മട്ടാഞ്ചേരിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ട് വീണ്ടും നമ്മൾ മട്ടാഞ്ചേരി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇപ്പം ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് വാട്ടർ മെട്രോ സർവീസ് ഉള്ളത്. അപ്പം നമുക്ക് ഇവിടുന്ന് വാട്ടർ മെട്രോ എടുത്ത് നമുക്ക് എറണാകുളത്തേക്ക് പോകാം. ഇതാണ് വാട്ടർ മെട്രോ സ്റ്റേഷൻ. ഇവിടെ നിന്നും ടിക്കറ്റ് എടുത്ത് വേണം നമുക്ക് പോകാൻ. നമ്മുടെ കൊച്ചി മെട്രോയുടെ അതേ സിസ്റ്റമാണ് ഇവിടെ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതും അതുപോലെ എൻട്രി ഒക്കെ. ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്താൽ ചെറിയൊരു കാർഡ് തരും. അത് യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് അകത്തേക്ക് കിടക്കാനും അതുപോലെ എക്സിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഈ ഒരു കാർഡ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എക്സിറ്റ് ചെയ്യാനും. അപ്പോൾ നമ്മൾ അങ്ങനെ തിരിച്ച് മറൈൻ ഡ്രൈവ് പരിസരത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ അടിപൊളി കുലുക്കി സർബത്തൊക്കെ സെയിൽ ചെയ്യുന്നതാണ് ഈ ഒരു ഏരിയയിൽ. ഇവിടെ മുഴുവനും അന്യസംസ്ഥാന തൊഴിലാളികളാണ് കുലുക്കി സർബത്തൊക്കെ സെയിൽ ചെയ്യുന്നത്. അതുപോലെ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉപ്പിലിട്ടതും അതുപോലെ ജ്യൂസ് ഐറ്റംസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പം കുലുക്കി സർബത്ത് പോലുള്ളതിൽ വളരെ കൂടുതലായിട്ട് ഷുഗർ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഷുഗർ കൂടുതലുള്ളതിനോട് നമുക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് മാത്രം നമ്മൾ കുലുക്കി സർബത്ത് ഓർഡർ ചെയ്തില്ല. ഇത് കായലിൽ പാർക്ക് ചെയ്ത മറ്റൊരു ഉല്ലാസ ബോട്ടാണ്. ഫാമിലിയോടുകൂടിയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് കൂടിയൊക്കെ വന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് ഈ ഉല്ലാസ ബോട്ട്.